പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വാട്സപ്പിൽ വരുന്ന പല ലിങ്കുകളിൽ ടച്ച് ചെയ്യുന്നത് കാരണം അവരുടെയൊക്കെ അക്കൗണ്ടിൽ നിന്ന് ഒരുപാട് ക്യാഷ് പോയത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു പോലീസുകാരൻ്റെ ഉൾപ്പെടെ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലും പോയതും നമുക്കറിയാവുന്നതാണ്. ശരിയല്ലേ? അപ്പോൾ ഈ പോലീസുകാരെ ഉൾപ്പെടെ തട്ടിപ്പിന് ഇരയാക്കുന്ന സംഘങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ സാധാരണക്കാരുടെ സ്ഥിതി എന്തായിരിക്കും? അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഈ ഈ വാട്സപ്പിൽ തന്നെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും വിനയാവുന്ന ഒരു കാര്യമാണ്. ശരിക്കും വിനയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികളുള്ള മാതാപിതാക്കളൊക്കെ ഇത് ശരിക്കും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. പെൺകുട്ടികൾ തീർച്ചയായിട്ടും ഇത് കണ്ടിരിക്കണം. പെൺകുട്ടികൾക്ക് ഇത് ഒരുപാട് വിനയാവാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ പെൺകുട്ടികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എന്താണ് വിനയ ആവുന്നതും എന്താണെന്നും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതിനുള്ള പ്രതിവിധിയും പറയുന്നുണ്ട്. ഏതൊരു കാര്യത്തിനും പ്രതിവിധി ഉണ്ടല്ലേ? അപ്പോൾ പ്രതിവിധി ഇതിനും ഉള്ളത് കാരണം നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു മൊബൈലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ആ മൊബൈലിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞുടനെ അതിൽ എന്തെങ്കിലും ഒരു ചാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ചാറ്റ് അതിനകത്ത് കണ്ട് നമുക്ക് ആവശ്യം ഒരു വീഡിയോ ആണ്, എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ, അത് നമുക്ക് ആവശ്യം മൊത്തത്തിൽ വേണമെന്ന് വിചാരിക്കുന്നു. അപ്പം മൊത്തത്തിൽ നമുക്കത് വേണമെങ്കിൽ അത് നമുക്ക് ഒന്നൊന്നായിട്ട് സെൻഡ് ചെയ്ത് എന്തെങ്കിലും ഇത് ചെയ്തെടുക്കാനായിട്ട് ഇതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയായിട്ട് മോർ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് എക്സ്പോർട്ട് ചാർട്ട് എന്ന് കാണുന്നുണ്ട്. ഈ എക്സ്പോർട്ട് ചാർട്ടിൽ ടച്ച് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് മീഡിയ, വിത്തൗട്ട് മീഡിയ എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മളിപ്പം ഇൻക്ലൂഡ് മീഡിയ നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത്, നമുക്ക് ഇപ്പോൾ ഈ മൊബൈലിൽ ഈ ഒരു ചാറ്റ് ഇവിടേക്ക് നമുക്ക് ആവശ്യമുള്ള ആളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടേക്ക് നമ്മൾ സെൻഡ് ചെയ്തു. ഇങ്ങനെ സെൻഡ് ചെയ്യുന്ന ഉടനെ നമുക്കിവിടെ ഈ താഴെയായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ താഴെയായിട്ട് 64 MB ഇത് മൊത്തത്തിൽ ഇത് സെൻഡ് ചെയ്തതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും MB ഇവിടുന്ന് സെൻഡ് ചെയ്ത് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഇത് ആരുടെ മൊബൈലാണോ അവർക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഫ്രണ്ട്സിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ അത് തിരിച്ച് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മുടേത് ഇങ്ങനെ വാട്സപ്പ് ഈ ചാറ്റ് ഇവിടുന്ന് സെൻഡ് ചെയ്തെടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇങ്ങനെ അറിയാൻ പറ്റും. പക്ഷേ ഇത് അല്ലാതെ വേറൊരു രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ അറിയാൻ സാധിക്കത്തില്ല. അതാണ് ഇനിയും പറയാൻ പോകുന്നത്. അതായത് ഈ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ തന്നെ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ മോർ എന്നുള്ള ഓപ്ഷനിൽ വീണ്ടും ടച്ച് ചെയ്തു. അതിനുശേഷം എക്സ്പോർട്ട് ചാർട്ട് എന്നുള്ളതിൽ നമ്മൾ വീണ്ടും ടച്ച് ചെയ്തതിന് ശേഷം ഇൻക്ലൂഡ് മീഡിയ അല്ലെങ്കിൽ വിത്തൗട്ട് മീഡിയ, ഇതിൽ ഏത് വേണമെങ്കിലും നമ്മൾ ഉപയോഗിക്കാം. നമുക്ക് ഇൻക്ലൂഡ് മീഡിയ വേണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ ഇത് MB യൂസ് ആവുന്നത്. അപ്പോൾ ഇൻക്ലൂഡ് മീഡിയ തന്നെ ആയിക്കോട്ടെ. ഇത് തന്നെ ഞാൻ വീണ്ടും ടച്ച് ചെയ്യുകയാണ്. ഇങ്ങനെ ടച്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇനി വരുന്ന ഓപ്ഷനിലാണ് നോക്കേണ്ടത്. അതായത് നമ്മുടെ ജിമെയിൽ കണ്ടില്ലേ? ഈ ജിമെയിലിൽ ടച്ച് ചെയ്ത് നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് നമ്മൾ ഏത് മെയിലിലോട്ട് അയക്കേണ്ടത് ആ ഒരു മെയിൽ ID അടിച്ചു കൊടുക്കണം. ഇപ്പം ഞാനിവിടെ ഒരു മെയിൽ ID അടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ID വെച്ചിട്ട് നമ്മളിവിടെ സെൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ സെൻഡ് ചെയ്ത് കഴിഞ്ഞിണക്കി ഇവിടെയായിട്ട് നമുക്ക്, അതായത് ഇത് ഞാൻ ഇതിനു മുമ്പ് അയച്ച ഇതാണ് കാണിക്കുന്നത് ഇവിടെ കാണുന്ന വാട്സപ്പിൽ. അപ്പം വേറൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പം വേറൊന്നും കാണിക്കാത്ത കാരണം, അതായത് ഇപ്പം ഞാൻ മെയിലിലൂടെ അയച്ചത് അതിവിടെ കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് ആരുടെ മൊബൈലാണോ അവർക്ക് ഒരു കാരണവശാലും ഈ സെൻഡ് ചെയ്ത് ഏത് വഴി പോയെന്ന് അറിയാൻ സാധിക്കത്തില്ല. മെയിൽ വല്ലതും ഓപ്പൺ ചെയ്തിട്ട് എന്തെങ്കിലും മെയിൽ സെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിസീവ് ആയ മെയിലൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അത് അറിയാനായിട്ട് സാധിക്കുന്നത്, ആ മെയിൽ വഴി ഇങ്ങനെ സെൻഡ് ചെയ്തെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് അല്ലാതെ വേറെ രീതിയിലും നമുക്ക് ഇങ്ങനെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു കാരണവശാലും എങ്ങനെ പോയെന്നറിയത്തില്ല, ഈ ചാറ്റൊക്കെ ഏത് വഴി പോയെന്ന് അറിയാത്ത രീതിയിലും സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് അത് വീണ്ടും ഇതുവേ മാതിരി തന്നെ 3 ഡോട്ട് ടച്ച് ചെയ്തതിന് ശേഷം ഈ മോർ എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്തു. എക്സ്പോർട്ട് ചാർട്ട് എന്നുള്ള ഓപ്ഷൻ എടുത്തു. നമ്മൾ വിത്തൗട്ട് മീഡിയ എന്നുള്ളത് ഇപ്പോൾ എടുത്തത്. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ 1-2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ കാണുന്ന ഈ 1-2 ഓപ്ഷനിൽ 2 ഓപ്ഷനിൽ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് വഴി എങ്ങനെയാണ് ഇത് പുറത്ത് നമ്മുടെ ഈ ചാറ്റെല്ലാം പോയതെന്ന് അറിയാൻ കൂടി സാധിക്കത്തില്ല. അത് ഒരു കാരണവശാലും അറിയാൻ സാധിക്കത്തില്ല എങ്ങനെയാണ് പുറത്ത് പോയതെന്ന്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ മൊബൈൽ ആരുടെയാണോ ആ മൊബൈൽ ഉപയോഗിക്കുന്നവരുടെ അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ
മറ്റൊരാൾ ഇതേമാതിരി ചോർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വിനയായി തീരും അവർക്ക്, അല്ലേ? അപ്പോൾ ഇങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ വലിയ കുഴപ്പങ്ങളിലൊന്നും പോയി ചാടാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് വാട്സപ്പിന് പ്രത്യേകമായിട്ട് കൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഈ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിരിക്കത്തക്ക രീതിയിലുള്ള പാസ്വേഡ് ആയിരിക്കണം. മറ്റുള്ളവർക്കെന്നാൽ ഓർക്കാൻ കഴിയാത്ത രീതിയിലുള്ള പാസ്വേഡും ആയിരിക്കണം. അങ്ങനെയുള്ള പാസ്വേഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ ഇതിൽ നിന്നും രക്ഷ നേടാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും ശരിയായിട്ടുള്ള ഒരു പരിഹാരം എന്ന് പറയുന്നത്. മറ്റു പരിഹാരങ്ങളെക്കാട്ടിലൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പരിഹാരമാണിത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.